ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ. ഒരു സ്വപ്നം കണ്ട് പാതിയിൽ ഉണർന്നു. ആഹാ, കോളേജ് ഫോട്ടോയാണോ? വെളുപ്പം കാലത്ത് എന്താ മീനു പഴയകാലത്ത് ചരിത്രം തിരയാനുള്ള ഭാവമാണോ? ജോസഫ് അച്ചായന്റെ കത്ത് വന്നത് മുതൽ ഞാൻ എന്തൊക്കെയോ സ്വപ്നം കാണുന്നു. വാഗമരങ്ങളുടെ തണൽ പറ്റുന്ന ക്യാമ്പസിലെ വഴികൾ, ഇടനാഴികൾ, പടികൾ. പണ്ട് കോളേജിൽ എന്നോട് പറയാത്ത വല്ല പ്രണയം ഉണ്ടായിരുന്നു? പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഒരു സംഗീതമായിരുന്നു ഞങ്ങൾക്കിടയിലെ ആത്മബന്ധം. പക്ഷെ ഞാൻ അയാളെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരാളെ ഓർമ്മിച്ചിരുന്നിട്ട് ഇനി എന്ത് കാര്യം? നീ എന്നെ കണ്ടു പഠിക്കണം. കോളേജിന്റെ പടിയിറങ്ങി അന്ന് കത്തിച്ചളഞ്ഞത് എന്റെ കോളേജ് മാഗസിൻ. ഇപ്പൊ തോന്നുന്നു അന്ന് അങ്ങനെ ചെയ്ത നന്നായെന്ന്. വെറുതെ സ്വപ്നം കണ്ട് ഉണരണ്ടല്ലോ. ഐ ആം സീരിയസ്. എ റിയൽ ഡ്രീം. എന്തോ കാണിപ്പിച്ചു തന്ന പോലെ തോന്നി. ജോസഫ് അച്ചായൻ നിനക്കയച്ച കത്തെടുത്തേ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. കത്തിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഒരു ഇമെയിൽ അയച്ചാ പോരായിരുന്നു? പ്രിയ സുഹൃത്തെ, ഈ കത്തെഴുതുന്നത് നിന്റെ പഴയ ജോസഫ് അച്ചായനാണ്. എൻ്റെ കൂടെ അനന്തനും രവിയും ശങ്കരനുമുണ്ട്. ഞങ്ങളെ മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. നമ്മുടെ പഴയ സൗഹൃദങ്ങളെല്ലാം പല വഴിയിലായിപ്പോയി. ആരൊക്കെ എവിടെയെന്ന് ആർക്കും അറിയില്ല. അപ്പോഴാ നിന്നെക്കുറിച്ച് അറിയുന്നത്. നമ്മുടെ രവിയും അനന്തനും ഗുരുവായൂരിൽ പോയി മടങ്ങുന്ന വഴി കോളേജിൽ സീനിയറായി പഠിച്ച ഒറ്റപ്പാലത്തുള്ള ഭാസ്കരനെ കണ്ടിരുന്നു. ഭാസ്കരൻ നിന്റെ ഹസ്ബൻഡ് മിസ്റ്റർ രാജശേഖരന്റെ നാട്ടുകാരനാണ്. ഭാഗ്യം പോലെ നിന്നെക്കുറിച്ചുള്ള വിവരങ്ങളും ഡൽഹിയിലെ അഡ്രസ്സും തന്നത് ഭാസ്കരനാണ്. ഗുരുവായൂരപ്പന് നന്ദി. ഇനിയൊരു പ്രധാന കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ചന്ദ്രൻ മാഷിനെ നീ മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഈ ഏപ്രിൽ 10 മാഷ് മരിച്ചിട്ട് 1 കൊല്ലമാവുന്നു. മാഷിനോടുള്ള അനുസ്മരണാർത്ഥം കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂടിച്ചേരലും മാഷ് എഴുതിയ കഥകളുടെ പ്രകാശനവും സംഘടിപ്പിക്കുന്നു. മാഷിന്റെ അനുസ്മരണത്തിന് 2-3 നാൾ മുന്നെയെങ്കിലും നീ എത്തണം. നിന്നെ ഒന്ന് കാണാൻ ഞങ്ങൾക്കും കൊതിയുണ്ട്. നീ വരുമെന്ന പ്രതീക്ഷയോടെ നിന്റെ ജോസഫ് അച്ചായനും കൂട്ടുകാരും. അപ്പൊ സ്വപ്നം കണ്ട് ഉണരാനുള്ള കാരണം ഇതാണല്ലേ? ഇത് പുതിയ ട്രെൻഡാ. ഒത്തുപഠിച്ചവർ ഒത്തുകൂടുക. നാട്ടിലെ ഏത് കോളേജിലും ഇപ്പൊ ഇത് തന്നെ പരിപാടി എന്നാ കേട്ടെ. അല്ല, നീ എന്ത് തീരുമാനിച്ചു? മാഷിന്റെ അനുസ്മരണത്തിന് നമുക്ക് ഒരുമിച്ച് പോയാലോ? നിനക്ക് പോയേ പറ്റുമെങ്കിൽ മോളെയും കൂട്ടി പൊയ്ക്കോ. അതിന് മോൾക്ക് 11th എക്സാം സ്റ്റാർട്ട് ചെയ്യല്ലേ? എന്നാ പോണ്ടാന്ന് നോക്കണം. കത്തിൽ മൊബൈൽ നമ്പർ ഉണ്ടല്ലോ. അച്ചായനെ വിളിച്ചു പറ അസൗകര്യം ഉണ്ടെന്ന്. എന്നാലും മാഷിന്റെ അനുസ്മരണത്തിന് എല്ലാവരും ഒത്തുകൂടുമ്പോ ഞാൻ മാത്രം പോവാതിരുന്നാൽ? 20 വർഷങ്ങൾ കഴിയുന്നു തമ്മിൽ കണ്ടിട്ട്. ജോസഫ് അച്ചായനൊരു കത്തുകൂടി അയച്ച സ്ഥിതിക്ക് എങ്ങനെ പോവാതിരിക്ക? നമ്മളൊക്കെ ഇനി എത്ര കാലം കൂടിയെന്നാ? വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും നിന്നെ മറക്കാത്ത നിന്റെ കൂട്ടുകാർ സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുക. പണ്ട് കോളേജ് മാഗസിൻ കത്തിച്ചളഞ്ഞ ഞാൻ സൗഹൃദത്തിന്റെ വില അറിയുന്നത് ജോസഫ് അച്ചായൻ നിനക്കയച്ച ഈ കത്ത് വായിച്ചപ്പോഴാണ്. മോളും ഞാനും വന്നില്ലെങ്കിലും മാഷിന്റെ ചടങ്ങിന് നീ അവിടെ എത്തണം. വർഷങ്ങൾക്ക് ശേഷം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഒരു ഒത്തുചേരലാവും അത്. പഴയ ഫ്രണ്ട്സിനോടെല്ലാം എന്റെ അന്വേഷണം പറഞ്ഞേക്കും. ഇത് ജോസഫ് അച്ചായൻ.
ഗുസ്തിയും തീറ്റ മത്സരവും വടംവലിയും ഒക്കെയായി കോളേജിലെ താരമായിരുന്നു. ഇത് ശങ്കരൻ, കോളേജിലെ പഴയ റോമിയോ. ഇപ്പോഴും ഏതാണ്ട് ആ സ്വഭാവമൊക്കെ തന്നെയാ. ഇത് അനന്തകൃഷ്ണൻ, പത്രങ്ങളിലെ വാരാന്ത്യ പതിപ്പിൽ സ്ഥിരം കാണാറുള്ള പേര്. കഥയും നാടകവുമൊക്കെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് രവി, സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. 88-ൽ ഈ കോളേജിലെ റാങ്ക് ഹോൾഡർ ആയിരുന്നു. ജോസഫ് അച്ചായോ, വേഷം മൊത്തത്തിൽ ഷൈനിങ്ങിലാണല്ലോ. ഡ്രസ്സൊക്കെ മോന്റെയാ, ഇതപ്പോഴത്തെ ഒരു സ്റ്റൈല്. ഇതും അവന്റെയാ. പ്രായത്തിനനുസരിച്ച് കോലം കെട്ടണ്ട അച്ചായോ. ശങ്കരനെ ഞാൻ മറന്നു. വാടാ ശങ്കര, എന്റെ തൂക്കത്തിന് ഇപ്പോഴൊരു കുറവില്ല. അളിയന്മാർ രണ്ടും രാവിലെ ഇങ്ങ് പോന്ന്. നമ്മുടെ മീനാക്ഷി ഇതുവരെ കാണുന്നില്ലല്ലോ അച്ചായോ. കാണാത്തോണ്ട് എനിക്കൊരു ടെൻഷൻ. ഇങ്ങനെ ടെൻഷൻ അടിക്കാനേ, അവൾക്ക് ഇന്നും പ്രായം 19 എന്നാ നിങ്ങളുടെ വിചാരം? കൊല്ല 20 കഴിഞ്ഞ് LKG പിള്ളേർ അവളെ കണ്ടാലേ മുത്തശ്ശിന്ന് വിളിക്കും. പക്ഷെ കൊല്ല 20 കഴിഞ്ഞെങ്കിലും ആ 19 തിളക്കം മീനാക്ഷിക്ക് ഇപ്പോഴും കാണാതിരിക്കുവോ? സുന്ദരൻ അന്നും ഇന്നും അതിന്റെ കാര്യത്തിലെ ടെൻഷൻ. മീനാക്ഷി രാവിലെ ഫോണിൽ വിളിച്ചു എന്ന് പറയുന്നത് നേരെ തന്നെയാണ്. നെയ്യും ഇവനും ഗുരുവായൂരിന്ന് കൊണ്ടുവന്ന അഡ്രസ് ശരിയാണെങ്കിൽ കൊച്ചിയിൽ വിമാനം ഇറങ്ങിയിട്ട് എന്നെ വിളിച്ച് മീനാക്ഷി തന്നെയാ. എന്നാ ഉറപ്പിച്ചു. ട്രിവാൻഡ്രത്ത് എയർപോർട്ട് ഉണ്ടല്ലോ, പിന്നെന്തിനാ കൊച്ചിയിൽ ഇറങ്ങിയത്? അതാ എനിക്കൊരു ഡൗട്ട്. എടാ, എറണാകുളത്ത് അവൾക്ക് റിലേഷൻ ആരോ ഉണ്ട്. കണ്ടിട്ട് വെളുപ്പിനെ ഇങ്ങോട്ട് തിരിക്കുന്ന പറഞ്ഞ ഇന്നലെ രാത്രി എന്നെ വിളിച്ചത്. നമുക്ക് താഴോട്ടൊന്ന് മാറിയിരുന്നല്ലോ അച്ചായ. വേണം, ആയിക്കോട്ടെ. അവൾ വരുമ്പോ കാണാനും എളുപ്പം അതല്ലേ. കോളേജിലെ പഴയ സ്റ്റുഡന്റാ. ചന്ദ്രമാഷിന്റെ അനുസ്മരണത്തിന് വന്നതാ. അത് ടൗൺ ഹാളിലാ, മറ്റന്നാളാ. അതറിയാം, പക്ഷേ പഴയ കൂട്ടുകാരിന്ന് കോളേജ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. 3-4 പേര് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ 5:30 ഗേറ്റ് അടയ്ക്കും. അത്രയൊന്നും വൈകില്ല. ഓക്കെ മാഡം. ഓക്കെ. ഡ്രൈവർ, വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നെന്റെ കോളേജിലെത്തി. പണ്ടെന്റെ ഹൃദയം ഒരു നാടോടിയെ പോലെ വർണ്ണത്തുമ്പികൾക്കൊപ്പം പറന്നു നടന്നത് ഈ ക്യാമ്പസിലാണ്. ആ കാണുന്ന ആൽമരത്തിലെ ചില്ലകളിൽ സായന്തനത്തിന്റെ വരവറിയിച്ചു പറന്നകന്നിരുന്ന എത്ര വവ്വാൽക്കൂട്ടങ്ങൾ പണ്ടുണ്ടായിരുന്നു. ആ ശിഖരങ്ങളിൽ കൂടണയാൻ കാത്തിരുന്ന പനന്തത്ത. എല്ലാം ഞാൻ ഓർക്കുന്നു, എല്ലാം.
മീനാക്ഷിയെ കാണുന്നില്ലല്ലോ. കുറെ നേരമായി മീനാക്ഷിയെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. നീ പോകുന്നു? ഏത് രാത്രിയായാലും മീനാക്ഷിയെ കണ്ടിട്ടാ ഞാൻ പോകുന്നുള്ളൂ. അല്ല എടാ ശങ്കര, കോളേജിന് താഴെ ലേഡീസ് ഹോസ്റ്റലാ. അസമയത്തെങ്ങാനും പിള്ളേരെ നിന്നെ കണ്ട നിന്നെ എടുത്ത് പെരുമാറുമടാ. പിന്നെ അതിന് പെരുമാറാൻ വല്ലതും ഇരിക്കുന്നോ? മീനാക്ഷി അച്ചായ ജോസഫ് അച്ചായോ? അച്ചായന്റെ തലമുടിയൊക്കെ കൊഴിഞ്ഞ് കഷണ്ടി ആയല്ലോ. ഞാനിവിടെ ഉണ്ട്. ഇതാരാ? ശങ്കരന്റെ പൊക്ക എപ്പോഴും പഴയ കണക്കാ. ഒരു മാറ്റം ഇല്ലാത്തത് ശങ്കരന് തന്നെയാ. രവി, എന്താ ഇത്? ബുൾഗാനൊക്കെ വെച്ച് സുന്ദരനായിട്ടുണ്ടല്ലോ. ആനന്ദ, പഴയ നാടൻ പാട്ടൊക്കെ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ടോ? ഓ, പാട്ടൊക്കെ മറന്നു. വാ, ഇങ്ങോട്ട്. ഇവിടെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, ഇങ്ങോട്ടിരിക്കാം. ഈ മരങ്ങളുടെ ചോട്ടിൽ പണ്ട് ഒത്തുകൂടിയിരുന്ന നമ്മുടെ സൗഹൃദത്തിന് ഒരർത്ഥം ഉണ്ടായി ഇപ്പോൾ. അച്ഛൻ സ്റ്റൈലായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. നീ വരുമെന്ന് അറിഞ്ഞത് മുതൽ അച്ഛൻ ഈ സ്റ്റൈലാ. ടീഷർട്ട് മകന്റെ പൊക്കിയതാ. എന്തായാലും ഇതെനിക്ക് ചേരുന്നുണ്ടല്ലോ. അച്ഛൻ ഏത് ഡ്രസ്സാ ചേരാട്ടെ? അങ്ങനെ പറ മീനുകുട്ടി. മീനുകുട്ടിയോ? പഴയ കോളേജ് ഗേൾ എന്നാ വിചാരം? വയസ്സ് 40 കഴിഞ്ഞതാ എന്റെ അച്ചായോ. എങ്കിലോ പഴയ ഗ്ലാമറൊക്കെ ഇപ്പോഴും ഉണ്ട് പാഞ്ചാലിക്ക്. പാഞ്ചാലിയോ? വിളിക്കോ അങ്ങനെ? ശങ്കര, അച്ഛൻ അവനെ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ. പണ്ട് ഞാനും ശങ്കരനെ ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നല്ലോ. ക്ഷമിച്ചേക്ക് അച്ചായ, പാവം. പണ്ടും എന്താപത്ത് വന്നാലും രക്ഷിക്കാൻ ഇവിടെ എന്നെ വിളിക്കൂ. അത് പിന്നെ അച്ചായനായിരുന്നല്ലോ അന്ന് നല്ല തടിയും എടുക്കും. എന്നെ ശല്യം ചെയ്ത എത്ര പൂവാലന്മാരെയാ ഈ അച്ചായൻ നല്ല ഇടിയും കൊടുത്ത് വിട്ടിട്ടുള്ളത്. അത് കാരണം നമ്മുടെ മീനാക്ഷിയെ പ്രേമിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ശരിയാ. സത്താറിനെ ഓർക്കുന്നില്ലേ? പണ്ട് ലൈബ്രറിക്ക് മുന്നിൽ എന്നെ കാണാൻ സ്ഥിരം വന്ന് നിൽക്കാറുണ്ടായിരുന്ന, ഒരിക്കൽ എനിക്ക് ലവ് ലെറ്റർ തന്ന ആ പൊണ്ണത്തടിയെ. പണ്ട് ജോസഫ് അച്ഛനെ തീറ്റി മത്സരത്തിൽ തോപ്പിച്ച ആന സത്താർ. ഞാൻ ആൻഡ്രൂസ് ബസ്സിലിട്ട് പൂശിയ പീറ്റി പണ്ടാരം അവൻ. സത്താറിനെ ഞാൻ കണ്ടിരുന്നു 7-8 കൊല്ലം മുമ്പ് ഡൽഹി എയർപോർട്ടിൽ വെച്ച്. പണ്ടത്തെ തടിയൊക്കെ അങ്ങ് പോയി. ഏതാണ്ട് ബലൂണിന്റെ കാറ്റഴിച്ചു വിട്ടതുപോലെയായി. ജോസഫ് അച്ഛന്റെ ഇടിയല്ലായിരുന്നോ എന്നാ അവന്റെ കാറ്റ്? ഓ, വയറ്റിലും കാറ്റ് കയറി തുടങ്ങി. എന്തായാലും കഴിച്ചാലോ മീൻകുട്ടി? കഴിപ്പൊക്കെ പിന്നെ മതി അച്ചായോ. അത് തന്നെ. വിശന്നിരിക്കുന്ന ശീലം അച്ഛന് പണ്ടേ ഇല്ലല്ലോ. നേരെ പറഞ്ഞ രാവിലെ ഒന്നും കഴിക്കാതെ ഞാൻ ഇറങ്ങിയത്. അച്ഛന് തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള വഴി ഞാൻ കാണുന്നുണ്ട്. എങ്ങനെയാടാ? ഞാനൊന്നെറിഞ്ഞാൽ ഇന്നും തെറിക്കുന്ന ഇളങ്കരിക്ക് ഈ കോളേജിനകത്തുള്ളൂ. അത് നേരാ. കരിക്കൊന്നും വേണ്ട ശങ്കര. പണ്ട് ഈ ശങ്കരന് ഒരു വട്ടം കരിക്കലറിഞ്ഞു. ഒടുവിൽ കല്ല് ചെന്ന് വീണത് പ്രിൻസിപ്പൽ മത്തായി സാറിന്റെ ബെൻസ് കാറില്ല. ഒന്നും മറന്നില്ല. പ്രിൻസിപ്പൽ ശങ്കരനെ കയ്യോടെ പിടികൂടി ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഒടുവിൽ ആൻഡ്രോസിന്റെ നേതൃത്വത്തിൽ ശങ്കരനെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മളൊക്കെ കൂടി പ്രിൻസിപ്പലിനെതിരെ പഠിപ്പ് മുടക്കി സമരം ചെയ്തു അല്ലേ? നീ എല്ലാം ഓർമ്മിച്ചു വെച്ചിരിക്കുന്നു അല്ലേ?
ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഈ ക്യാമ്പസിലെ നല്ല നാളുകൾ ഞാൻ എങ്ങനെ മറക്കാനാ? ഓർക്കുമ്പോൾ കൊതിയാവുക. ഇനിയും ഇവിടെ ക്ലാസ്സിലൊക്കെ പഴയതുപോലെ ഇരുന്ന് പഠിക്കാൻ. ചന്ദ്രമാഷിന്റെ ക്ലാസും തമാശകളും. ക്യാമ്പസ് ജീവിതം വല്ലാത്തൊരു അനുഭവം തന്നെയാ, അല്ലേ ജോസഫ് അച്ചായോ? എന്തോ ഒന്ന്, നമ്മൾ എത്രയൊക്കെ അകന്നാലും എവിടെയൊക്കെ പോയാലും നമ്മളെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തിക്കുന്ന എന്തോ ഒന്ന്. ഈ കോളേജും ഈ തണുത്ത കാറ്റും പൂക്കളും എല്ലാം ഒരു നഷ്ടപ്പെടലിന്റെ ഓർമ്മകൾ കൂടി എനിക്ക് തരുന്നു. നഷ്ടപ്പെടലിന്റെ ഓർമ്മ നിങ്ങളോടെല്ലാം അതിപ്പോഴെങ്കിലും പറയണമെന്നുണ്ട്. എന്റെ മനസ്സിൽ ഞാൻ ഇന്നും സൂക്ഷിക്കുന്ന, നിങ്ങളോട് പറയാൻ കഴിയാതെ പോയ ഒരു പ്രണയകഥ. നിനക്ക് ഞങ്ങളറിയാതെ അങ്ങനെ ഒരു പ്രേമോ? ആരാടി അവൻ? ജോസഫിന്റെ കൈകരുത്ത് എപ്പോഴും പഴയതുപോലെ തന്നെയാ. ഒന്നിരിക്കൂടെ. ഒരു സംഗീതമായിരുന്നു ഞങ്ങൾക്കിടയിലെ ആത്മബന്ധം. ഒരിക്കലും കാണാതെ ദൂരെ എവിടെയോ നിന്ന് കേൾക്കാൻ ഇമ്പമുള്ള സംഗീതവുമായി അന്ന് എന്നെ പ്രണയിച്ചിരുന്നത് ആരാവും? ആ സംഗീതം, അത് മാത്രമായിരുന്നു ഞങ്ങൾക്കിടയിൽ. അതാരാണെന്ന് പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രണയം അറിയിക്കുന്ന കത്തുകളോ മറ്റോ അങ്ങനെ എന്തെങ്കിലും അയാളുടേതായി കിട്ടിയിട്ടുണ്ടോ? ഏയ്, അറിയാവുന്നവരൊക്കെ തന്നെയാ കത്തുകളും മറ്റും അയച്ചിരുന്നത്. ആ സംഗീതം മീനാക്ഷിയോടുള്ള അയാളുടെ പ്രണയമാണെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ കരുതാനാ എനിക്കിഷ്ടവും. പണ്ട് ക്യാമ്പസിലെ ആളൊഴിഞ്ഞ ഏതെങ്കിലും ഒരിടത്തിരിക്കുമ്പോൾ ആ സംഗീതം കേട്ട് തുടങ്ങും. ആദ്യമൊക്കെ കേട്ടിട്ടും ശ്രദ്ധിക്കാതിരുന്നതായി ഭാവിക്കും. പിന്നെ പിന്നെ ആ സംഗീതമൊന്ന് കേൾക്കാൻ ആരും കാണാത്ത, ആരും കടന്നു വരാത്ത ക്യാമ്പസിലെ ഏതെങ്കിലും ഒരിടത്ത് നിൽക്കും.
പിന്തുടർന്നു വന്നതുപോലെ ആ സംഗീതവും കേട്ടു തുടങ്ങും. ഒരിടത്ത് കേട്ടു ചെല്ലുമ്പോ പിന്നെ കാണില്ല, വേറൊരിടത്ത് കേട്ടു തുടങ്ങും. കോളേജിലെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞ് പിരിയണ ദിവസം ഞാൻ ഒറ്റയ്ക്ക് തിരികെ ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴാണ് ആ സംഗീതം അവസാനമായി കേട്ടത്. എന്തിനാ നിർത്തിയേ? എനിക്ക് ഇഷ്ടമാ കേൾക്കാൻ. I love you. വർഷങ്ങൾ കടന്നു പോയിട്ടും ആ സംഗീതം ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു. ആരാടാ നമ്മുടെ ക്യാമ്പസിൽ മീനാക്ഷിയെ പറ്റിച്ച ആ സംഗീത വിദ്വാൻ? 10,000 പേർ പഠിച്ച കോളേജല്ലേ, അതിൽ എത്രയോ പേരുണ്ടായിരുന്നു സംഗീതം അറിയാവുന്നവർ. നിനക്ക് ഇക്കാര്യം അന്നേ ഞങ്ങളോട് പറയാമായിരുന്നു. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നിട്ടും പിന്നെന്താ മീനാക്ഷിയുടെ മുന്നിൽ വരാത്തത് എന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലേ ടൗൺ ഹാളിലെ മാഷിന്റെ അനുസ്മരണത്തിന് എത്താതിരിക്കില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നിന്നെ കാണാതെ പോകില്ല. ഇത്രയും കൊല്ലം കാണാതിരുന്നിട്ടും ഇനി വരുമെന്ന് തോന്നുന്നില്ല അച്ചായ. എനിക്ക് അങ്ങനെ തോന്നുന്നു. ജീവിച്ചിരുന്നെങ്കിൽ എന്നേ വന്നേനെ. ഇനി നമ്മുടെ ആൻഡ്രൂസ് വല്ലതും ആണോ? നമ്മുടെ സൗഹൃദത്തിന്റെ നഷ്ടപ്പെട്ടു പോയ കണ്ണി. ആൻഡ്രൂസ് ആക്സിഡന്റിൽ മരിച്ചത് 88-ല. മീനാക്ഷി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ആൻഡ്രൂസിലേക്കൊരു കണക്ഷൻ. അവനല്പം വെസ്റ്റേൺ ടച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഹേയ്, അവന്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നമ്മളൊക്കെ അറിയായിരുന്നില്ലേ? ആൻഡ്രൂസിനെ ഏത് പള്ളിയിലെ അടക്കി? ഹോസ്റ്റലിന്റെ തൊട്ടടുത്തുള്ള സെന്റ് മേരീസ് ചർച്ചിൽ. നടക്കാവുന്ന ദൂരേ ഉള്ളൂ. എനിക്ക് ആൻഡ്രൂസിനെ കാണണം. എന്നാ നമുക്കൊന്ന് പോയാലോ? ഞങ്ങൾ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കോളേജിൽ ഒത്തുകൂടിയടാ. പക്ഷേ നീ മാത്രം ഇല്ലല്ലോ. പഴയ ആൽമരവും വട്ടത്തറയും നമ്മൾ കയറിയിരിക്കാറുള്ള വാഗമരങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട് കോളേജിൽ. ഇനി ഏതെങ്കിലും ജന്മത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് നമ്മുടെ കോളേജിലെ പഴയ ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടണേന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ കഴിഞ്ഞ് മാഷിന്റെ അനുസ്മരണവും കഴിഞ്ഞ് ഞാൻ തിരികെ പോകും. ഞാൻ ഇനിയും വരും നിന്നെ കാണാൻ. നീ എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. നീയാണോ ഒരിക്കലും മുന്നിൽ വരാതെ എന്നെ സ്നേഹിച്ചിരുന്നത്? മീനാക്ഷി,
ആൻഡ്രൂസിന്റെ അടുത്ത് പോയതുകൊണ്ടും നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ടും എന്റെ മനസ്സിനൊരു ആശ്വാസം പോലെ. എല്ലാത്തിനും സാക്ഷിയായി നമ്മുടെ കോളേജും. ഇടയ്ക്ക് വിട്ടുപോയ നമ്മുടെ സൗഹൃദം ഇനി ഒരിക്കലും നമ്മളിൽ നിന്ന് അകലരുത്. നമ്മൾ മരിക്കുന്നത് വരെ ഈ സൗഹൃദം നമ്മൾ സൂക്ഷിക്കും. ഈ ക്യാമ്പസിലെ ഓർമ്മകൾ. എന്റെ കയ്യിലൊരു ക്യാമറ ഉണ്ട്. നമുക്ക് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാം. നാളത്തെ ഓർമ്മചിത്രം. എന്നാ ഇന്നത്തേക്ക് നമുക്ക് പിരിയാം. ഇന്ന് വല്യമ്മാവന്റെ മകളുടെ വീട്ടിലാ സ്റ്റേ. ഇനി ഇരുന്ന അവിടെ എത്താൻ വൈകും. കാറ് സി ബ്ലോക്കിന് മുന്നിൽ കിടക്കുക. മീനാക്ഷി പോയിക്കോ. പക്ഷെ നാളെ എന്റെ വീട്ടിലാ ലഞ്ച്. എന്നാലേ എന്റെ വീട്ടിലാ ഡിന്നർ. ഷോ സമ്മതിച്ചു. എന്നാ വൈകണ്ട, നീ പോയിക്കോ. ഞങ്ങൾ ഇരുള് വീഴുന്നതിന് മുമ്പേ ഒന്നും മിനിങ്ങിട്ടേ പോവാറുള്ളൂ. എനിക്ക് തോന്നി കോളേജിൽ ഇതൊന്നും പാടില്ല കേട്ടോ. എന്നാ നാളെ ആനന്ദന്റെ വീട്ടിൽ കാണാം. എനിക്കില്ലേ?
നല്ല ക്ലൈമാക്സ്. ഈ ക്ലൈമാക്സിന്റെ ചരട് വലിച്ചത് നിന്റെ ഹസ്ബൻഡ് മിസ്റ്റർ രാജശേഖരൻ തന്നെയാണ് കേട്ടോ. നീ ഇങ്ങോട്ട് പോരുമ്പോ രാജശേഖരൻ എന്നെ വിളിച്ചിരുന്നു. എല്ലാം എന്നോട് പറഞ്ഞു. നീ സ്വപ്നം കണ്ടുണർന്ന കാര്യമെല്ലാം. പണ്ട് നമ്മുടെ കോളേജിൽ പഠിച്ച ഒറ്റപ്പാലത്തുള്ള ഭാസ്കരനെ കാണാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച രാജശേഖരൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കോളേജിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാ രാജശേഖരൻ ആദ്യം നിന്നെ കാണുന്നത്, പിന്നെ മുന്നിൽ വരാതെ പ്രണയിച്ചത്. തൊട്ടടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പയ്യൻ ഈ കോളേജിൽ വന്നൊരു പെണ്ണിനോട് മിണ്ടാൻ നോക്കിയാ നമ്മള് വെറുതെ വിടുവോ? അപ്പൊ പ്രേമിക്കാൻ നോക്കിയാലോ? അതായിരുന്നു രാജശേഖരന്റെ പേടി. ആ പേടി ഉള്ളിലുള്ളത് കൊണ്ടാണ് രാജശേഖരൻ മുന്നിൽ വരാതെ ഒളിച്ചു നിന്ന് നിന്നെ പ്രേമിച്ചത്. ഒടുവിൽ നേർവഴിയിലൂടെ നിന്നെ ആലോചിച്ച് സ്വന്തമാക്കുകയും ചെയ്തു. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടും എന്തേ ഈ പ്രണയം എന്നോട് പറയാതിരുന്നെ? പറയാത്ത പ്രണയത്തിന് ആയുസ് കൂടുവെന്നല്ലേ? അല്ലേ ജോസഫ് ചായോ? അപ്പൊ ഞങ്ങള് പോവുക. ഈ ക്യാമ്പസിലെ നിങ്ങളുടെ പ്രണയം ഇവിടെ തുടങ്ങുക. ഒരു 20 വർഷം കൂടി പോയെന്നേ ഉള്ളൂ. ഈ പ്രായത്തിലിരുന്ന് പഞ്ചാരൊക്കെ അടിക്കാം, അല്ലേടാ ചക്കര? അതെ അതെ. അപ്പൊ എന്നാ കാണാം. ഓൾ ദ ബെസ്റ്റ്.